ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരക്കുകയും വേണ്ട, ഉള്ളി വഴറ്റുകയും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിപ്പോൾ നെയ്ച്ചോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കറിയുടെ കൺസിസ്റ്റൻസി അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നല്ല കുറുകിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം. എൻ്റെ എല്ലാ കറി റെസിപ്പിയിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, നല്ല കുറുകിയ പോലെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എത്രയും പെട്ടെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള അത്യാവശ്യം വേണം കേട്ടോ, വഴറ്റുന്നില്ലെങ്കിലും സവാള ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ 4 വലിയ സവാള എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ എത്ര എടുത്തോ, ഞാൻ ഏകദേശം ഒരു 3/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും സവാളയും കൂടെ നമ്മൾ കുക്കറിനകത്തേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, അത് ഇന്നതെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കണക്കിന് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇത് ഒരു 1-2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കൈവച്ച് ഞരടി കൊടുക്കാം. ഇതിൽ മെയിനായിട്ടുള്ളൊരു സംഭവം ഞാൻ മറന്നുപോയി, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് ഞരടിയിട്ട് തന്നെ മിക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതേ കണ്ട, ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവുന്നുണ്ട്, ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മെല്ലെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കറൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് 2 വലിയ തക്കാളിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സവാള അത്യാവശ്യം നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ തക്കാളി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിക്ക് നല്ല പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് 2 ചേർത്തിരിക്കുന്നത്. വലിയതല്ല, മീഡിയമാണ് കേട്ടോ. ഇത് നല്ല പുളിയുള്ളതാണ്. 2 മീഡിയം തക്കാളിയും കൂടെ അരിഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ കുക്കർ ഏകദേശം ചൂടായിട്ട് ആവി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ തക്കാളി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ, നമുക്ക് വഴറ്റേണ്ട പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനത്തെ കളർന്നത്. ഞാൻ ആ മസാല നന്നായിട്ട് ഞരടിയപ്പോൾ ആ കൈ ഒന്ന് കഴുകിയതാണ്. കാരണം നമ്മൾ അങ്ങനെ ആ മസാല അങ്ങനെ കൈ കഴുകി അതിനകത്ത് ആ വെള്ളം ഒഴിക്കുമല്ലോ, ആ വെള്ളമാണ് കേട്ടോ ഇത്. നിങ്ങൾ വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മല്ലിയില മാത്രം ഇപ്പോൾ ഇട്ട് കൊടുത്തു. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഞാൻ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് അതൊരു 5-6 വിസിൽ നന്നായിട്ട് അടിച്ചോട്ടെ. ആ സമയം കൊണ്ട് ഇത് ഞാൻ നെയ്ച്ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അത് റെഡിയാക്കി വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നെയ്ച്ചോറിനുള്ള അരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ നമ്മൾ നെയ്ച്ചോറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇത് നന്നായിട്ട് വിസിലടിച്ചു, 6 വിസിലടിച്ചു. നന്നായിട്ട് ഇതേ തുറക്കുമ്പം ഉള്ളി കാണുന്നുണ്ടെങ്കിൽ ഇതേ നന്നായി ഇളക്കി കൊടുത്തപ്പോൾ കണ്ടോ, എല്ലാം നല്ല ഉടഞ്ഞ് നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്, നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇതിനധികം പണിയുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എന്നിട്ടത് ആ ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ 2-ാം പാല് ആണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. 2-ാം പാല് നല്ല കുറച്ച്, നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-ാം പാല് വേറെ 1-ാം പാല് വേറെയൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചിലപ്പോൾ മടി പിടിച്ചിട്ട് ഞാൻ പശുവും പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ ഉള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി അതല്ല വെള്ളം മാത്രമാണെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിലിൽ ഞാനൊന്ന് വേവിക്കും കേട്ടോ. പിന്നെ ആ നേരം കൊണ്ട് അതവിടെ വിസിലടിക്കാൻ വെച്ച നേരം കൊണ്ട് നമ്മുടെ ചോറിനുള്ള സംഭവങ്ങൾ റെഡിയാക്കി. ചോറ് പിന്നെ എല്ലാവരും ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ്, അതുകൊണ്ട് പിന്നെ അത് കാണിച്ചു തരുന്നൊന്നുമില്ല. അതും പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. അപ്പോഴേക്ക് നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ടേക്ക് നമുക്ക് നന്നായിട്ട് മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സംഭവം റെഡിയായി. അപ്പം അതാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി കണ്ടോ നിങ്ങൾ, കുക്കറിൽ വിസിലൊക്കെ അടിച്ച് വന്ന് അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. ഒറ്റ വിസിലിന് ഞാൻ ചിക്കൻ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് അങ്ങ് ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ എനിക്ക് അത്രേ വേവ് ഉണ്ടെന്ന് തോന്നാറുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ആക്കി എടുത്തിരിക്കുന്നത്. ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇവിടെ ലൂസ് കറിയാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ ഞങ്ങൾക്ക് നല്ല എനിക്കും മോൾക്കും മാത്രം, ആൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഈ ഒരു പരുവത്തിനാണ് ആക്കിയെടുക്കുക. മോളില്ലെങ്കിൽ ഉണ്ടല്ലോ, അവൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവൾക്ക് ലൂസാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്ര വെള്ളം ലൂസ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി കറിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.